നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ 2020 വിട്ടു. സാബുവും ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അഖിൽ 2020 വിട്ടത്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും സാബുവിന്റെ സ്വാർത്ഥ താൽപര്യമാണ് പാർട്ടിക്ക് പിന്നിലെന്നും അഖിൽ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു അഖിൽ മാരാർ. 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അഖിൽ മാരാറിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു M ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ വിമർശിച്ചു. വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകൾ അവിടെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഒരു മാന്യമായ പ്ലേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചിന്തയിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതാണ് സാബു ജേക്കബ് എനിക്ക് നൽകിയ ഓഫർ. ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. തൽക്കാലം മറ്റൊരു മുന്നണിയിലേക്ക് പോകാനില്ലെന്നും സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് എടുക്കുമെന്നുമാണ് അഖിലിന്റെ നിലപാട്. റിപ്പോർട്ടർ, കൊച്ചി.